പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാതികൾക്ക് മറുപടി പറയുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പരമാവധി പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പട്ടിക ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വെയിറ്റ് ആൻഡ് സീ എന്നാണ് മറുപടി. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. വ്യക്തികൾ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും. ഇത് നല്ല കഠിന പരിശ്രമം നടത്തി, നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ഐക്യത്തിലാണ്. UDF അതുപോലെ യോജിച്ച് തന്നെ നിൽക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഞങ്ങൾ. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് ഈവനിങ്. ഇത്രയും പേരുകളുള്ള ഒരു ജംബോ പട്ടിക പുറത്തുവിട്ടിട്ടും അതിൽ പരാതികൾ ഉയരുന്നു. ആദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതി വരുന്നു. ഇപ്പോൾ സഭാ നേതൃത്വവും പറയുന്നു അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന്. എന്നാൽ വെയിറ്റ് ആൻഡ് സീ എന്നാണല്ലോ KPCC അധ്യക്ഷന്റെ ഒരു മറുപടി. ഈ വെയിറ്റ് ആൻഡ് സീയിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. KPCC പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല മുരളീധരനെ പോലുള്ള പ്രധാനപ്പെട്ട നിധികൾ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്നു. പിന്നീട് അനുനയവുമായിക്കൊണ്ട് നേതാക്കൾ എത്തുന്നു. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അത് പാർട്ടിക്കകത്താണ് എങ്കിൽ ഇപ്പോൾ സമുദായ സംഘടനാ നേതാക്കൾ കൂടി ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു, നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്താണ് ലത്തീൻ സഭ ഇപ്പോൾ അവരുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് KPCC അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുംതല ഈ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. KPCC പുനഃസംഘടനയിൽ ഈ ഇത്തരത്തിലുള്ള വലിയൊരു കമ്മിറ്റി വന്നെങ്കിലും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല. അതൊരു വലിയ പരാതിയായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല വിവിധ സമുദായങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ സഭാ നേതാക്കളുടെയൊക്കെ ഇടപെടൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ തങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റിനോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് വ്യക്തിപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ കമ്മിറ്റി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി പട്ടിക വരുമോ എന്നുള്ള ചോദ്യത്തിനാണ് കാത്തിരുന്ന് കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇനിയൊരു പട്ടിക വരാനുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. 100% ആരും ഈ പുനഃസംഘടനയിൽ തൃപ്തരല്ല. എന്നാൽ പരമാവധി എല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ UDF ശ്രമിക്കുന്നത്, കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുക്കങ്ങളിലാണ്. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു വേളയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് എന്ന കാര്യം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. എന്തായാലും ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഏറെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജംബോ പട്ടിക KPCC നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിലും പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഇനി ഒരു സൂപ്പർ ജംബോ പട്ടികയുമായി KPCC എത്തുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സമീർ സി മുഹമ്മദാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.